കിഴവൻ നമ്മളെല്ലാം പറ്റിച്ചിട്ട് കടന്നു. എന്താ അങ്ങനെ വിടാൻ പറ്റില്ല. ഞാൻ നാളെ തന്നെ മദ്രാസിലേക്ക് പുറപ്പെടുകയാണ്. ആ അതെ, അതാണ് നല്ലത്. ഒന്നുകിൽ ലല്ലി നിന്റെ ഭാര്യ, അല്ലെങ്കിൽ എന്താ എന്താ എനിക്ക് മനസ്സിലായില്ല. Yes, Sergeant here. ഞാനാണ് സംസാരിക്കുന്നത്. ഞാൻ ഞാൻ കുട്ടൻപിള്ള. ഏത് കുട്ടൻപിള്ള? അന്ന് എറണാകുളത്ത് വെച്ച് ഇന്റർവ്യൂ നടത്തില്ലേ, അതേ പിള്ള. എന്ത് വേണം? മിസ്റ്റർ രാജൻ, ഐ ആം എ പിള്ളை, യു ആർ എ പിള്ളை. പിന്നെ രാജനെ എനിക്കൊന്ന് കാണണം. അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാനുണ്ട്. അന്ന് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോഴും ആ വേക്കൻസി ഒഴിഞ്ഞു കിടക്കുകയാണ്. ഏത് വേക്കൻസി? എന്റെ പേരുമായുള്ള കാര്യം. ഹലോ 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 വക്കീലെ, വെച്ച് കളഞ്ഞല്ലോ. ഇനി എന്താ മാർഗം? നമുക്ക് ആലോചിക്കാം. ഹലോ, വരണം 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 വരണം, ഇരിക്കണം. ഞാൻ പറഞ്ഞിരുന്നില്ലേ, എന്റെ പെങ്ങളുടെ മകൻ രവി എഞ്ചിനീയറാണ്. ഇത് മിസ്റ്റർ കുട്ടൻപിള്ള. എന്തിനാ ഞങ്ങളോട് അർജന്റായിട്ട് വരാൻ പറഞ്ഞത്? ലല്ലിയുടെ വിവാഹകാര്യത്തെ കുറിച്ച് സംസാരിക്കാനാണ്. ലല്ലിയുടെ സ്വഭാവം രമയ്ക്ക് ശരിക്കും അറിയാമല്ലോ. ലല്ലിയെ വിവാഹത്തിന് സമ്മതിപ്പിക്കുന്ന കാര്യം രമ എടുക്കണം. രമയും കൂട്ടുകാരും വിചാരിച്ചാൽ ലല്ലിയുടെ മനസ്സ് മാറ്റാൻ സാധിക്കും. ഓ, ഇതാണോ കാര്യം? എന്നാലാവുന്നൊക്കെ ഞാൻ ചെയ്യാം. അടുത്തതാണ് ഏറ്റവും വിഷമം പിടിച്ച പ്രശ്നം. ഞങ്ങൾ നല്ല ഒന്നാം തരം ഒരു പയ്യനെ നോക്കി വെച്ചിട്ടുണ്ട്. ആള് മദ്രാസിൽ തന്നെയുണ്ട്. അതിലുകൊണ്ടൊരു കുഴപ്പം. അയാളോട് ഞങ്ങൾ വിവാഹകാര്യത്തെ കുറിച്ച് സംസാരിച്ചു. എന്നിട്ട് അയാൾ ദേഷ്യപ്പെട്ട് അങ്ങോട്ട് ഇറങ്ങിപ്പോയി. ഓഹോ, അത് കൊള്ളാം. ആട്ടെ, ഞങ്ങൾ എന്ത് ചെയ്യണം? ലല്ലിയും രാജനും തമ്മിൽ പരിചയപ്പെട്ട് അന്യോന്യം ഇഷ്ടപ്പെടാനുള്ള മാർഗം നിങ്ങൾ ഉണ്ടാക്കണം. ശരി, ഇതാ രാജന്റെ അഡ്രസ്. മിസ്റ്റർ രാജനല്ലേ ഇവിടെ? ഇല്ല, ഓടാൻ പോയിരിക്കുന്നു. ഓട്ടം, വട്ടത്തിലോട്ടം, പാട്ടിലേക്ക് പോയിരിക്കുന്നു. എപ്പോ വരും? ഇപ്പൊ കൃത്യസമയത്തേ. ആറായി കൃത്യമല്ലേ? അതെ. എന്നാൽ കൃത്യമായി ഇപ്പോൾ ഓടാൻ ആരംഭിച്ചിരിക്കും. 6:30 വരെ ഓട്ടം, ഉടൻ മോട്ടോർ സൈക്കിളിൽ ഇങ്ങോട്ട് ഓട്ടം, 6:45 മുട്ടയും പാലും കഴിക്കും. എല്ലാം കൃത്യമാണ്. കൃത്യമായി ഓടാൻ സ്ഥലവുമുണ്ടോ? കൃത്യമായ സ്ഥലമേ ഉള്ളൂ. മൈലഡീസ് പാർക്ക്, വലത്തേ മൂല. എന്താ സ്റ്റാർട്ട് ആവുന്നില്ലേ? ഇല്ല. ഞാനും നോക്കട്ടെ. യെസ്, ഇപ്പൊ സ്റ്റാർട്ട് ചെയ്ത് നോക്കൂ. താങ്ക് യു.
ഡോണ്ട് മെൻഷൻ പ്ലീസ്. ഞാൻ ഇവിടെ കൊണ്ട് നിർത്തിയപ്പോ ഒരു തകരാറുമില്ലായിരുന്നു. പിന്നെ എന്ത് സംഭവിച്ചെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മനുഷ്യനെ പോലെ തന്നെ മിഷനും വിശ്വസിക്കാൻ പറ്റാതായിരിക്കും. ശരിയാണ്. എന്താ പേര്? രവി. എന്റെ പേര് രാജൻ. ഗ്ലാഡ് ടു മീറ്റ് യു. ഞാൻ മിസ്റ്റർ രാജനെ ദിവസവും കാണാറുണ്ട്. ഞാൻ കാണുന്നത് ആദ്യമായിട്ടാണല്ലോ. അതെങ്ങനെ മിസ്റ്റർ രാജൻ വന്നാലുടനെ ഓടാൻ ആരംഭിക്കുകയായി? ഇതിനു മുമ്പ് ഇവിടെ വന്ന് ഓടിയിട്ടുണ്ടോ? ഇല്ല, ഇന്ന് ആരംഭിച്ചതേ ഉള്ളൂ. ഓഹോ, എനിക്ക് 10-15 വയസ്സ് മുതൽക്കേ ഇതൊരു ഹാബിറ്റ് ആയിപ്പോയി. വാസ്തവത്തിൽ മിസ്റ്റർ രാജനെ കണ്ടിട്ടാണ് ഞാനിന്ന് ഓടാൻ ആരംഭിച്ചത്. അപ്പോൾ എക്സർസൈസിലും ബോഡി ബിൽഡിംഗിലും ഒക്കെ താല്പര്യമുണ്ടോ? വലിയ താല്പര്യമാണ്. പക്ഷെ വേണ്ടത്ര നിർദ്ദേശങ്ങൾ തരാൻ തക്ക ഒരാളെ കിട്ടിയില്ല. മിസ്റ്റർ രാജന് ബുദ്ധിമുട്ടില്ലെങ്കിൽ എനിക്ക് അതേപ്പറ്റി ചില ഉപദേശങ്ങൾ തന്നാൽ കൊള്ളാം. ബുദ്ധിമുട്ടോ? സന്തോഷമുള്ള കാര്യമല്ലേ. ഇന്ന് തന്നെ ആരംഭിക്കുന്നതിൽ വിരോധമുണ്ടോ? നോട്ട് അറ്റ് ഓൾ. വരൂ, എന്റെ വീട്ടിലേക്ക് പോകാം. വെഹിക്കിൾ ഉണ്ടോ? ഇല്ല. എന്നാ എന്റെ വണ്ടിയിൽ കയറിക്കൊള്ളൂ. രവിക്ക് കുടിക്കാൻ എന്തെങ്കിലും കൊണ്ടുവരൂ. ഈ കോഫി കൂൾ സർ. ഇത് 3 കഴിക്കരുത്. വ്യായാമം ചെയ്യുന്ന ആൾ ഇത് 3 ഉപയോഗിക്കാൻ പാടില്ല. തക്കാളി ജ്യൂസ്. ടൊമാറ്റോ ജ്യൂസ് ട്രൈ. കൃത്യം സ്പെഷ്യലാണ്. കൃത്യം എന്നെ അന്വേഷിച്ച് ആരെങ്കിലും വന്നിരുന്നു? കൃത്യം 6 മണിക്ക് ഒരാൾ വന്നിരുന്നു സർ. ആരാത്? ഇദ്ദേഹമായിരുന്നു. എന്നെ അന്വേഷിച്ചിട്ട് വന്നിരുന്നു. അതെ, ഞാൻ ഈ റോഡിൽ ഫാമിലി പ്ലാനിംഗ് ഓഫീസർ രാജൻ താമസിക്കുന്നുണ്ട്. അദ്ദേഹം എന്റെ അകന്നൊരു ബന്ധുവാണ്. ഈയിടെ മാറ്റമായി വന്നതാണ്. അഡ്രസ് ഇന്നലെയാണ് കിട്ടിയത്. വീട്ടു നമ്പർ വ്യക്തമല്ല. അങ്ങനെ ആ അബദ്ധത്തിൽ ഇവിടെ വന്ന് കയറി. ഈ റോഡിൽ എവിടെയെങ്കിലും ആണെങ്കിൽ ഞാൻ കൃത്യമായി കണ്ടുപിടിച്ചു തരാം. വേണ്ട വേണ്ട, ഞാൻ കണ്ടുപിടിച്ചോളാം. ഫോൺ നമ്പർ എന്റെ കയ്യിലുണ്ടല്ലോ. കൃത്യം ജൂയിഷ്. പഞ്ചസാര ഇടണോ സർ? പാടില്ല പാടില്ല, തടി വർദ്ധിക്കും. രാജ, ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് വരാം. ഇതെന്റെ മുത്തച്ഛനാണ്. ഇതെന്റെ സ്നേഹിതൻ രവി. ഇരിക്കും. ഇവൻ ഇങ്ങനെ ഒരു സ്നേഹിതനുള്ളതായിട്ട് ഞാൻ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല. ഏതായാലും സന്തോഷമായി. വ്യായാമത്തിലെല്ലാം വലിയ താല്പര്യമുള്ള ആളാണ് രവി. ഓ, ഞാൻ മിസ്റ്റർ രാജന്റെ ശിഷ്യനായി വ്യായാമം അഭ്യസിക്കാമെന്ന് കരുതിയിരിക്കുകയാണ്. കൊള്ളാം. ശിഷ്യത്വം വ്യായാമാഭ്യസനത്തിൽ മാത്രം മതി. ഉദ്യോഗം ഉണ്ടോ? ഉണ്ട്, എഞ്ചിനീയറാണ്. എടാ, ഉപദേശിച്ച് ചങ്ങാതിയുടെ ഉദ്യോഗം കുളത്തിലാക്കരുത്. അവൻ നിങ്ങളെ വ്യായാമം പഠിപ്പിച്ചോട്ടെ. പറ്റുമെങ്കിൽ നിങ്ങൾ അവനെ ചിലതൊക്കെ പഠിപ്പിച്ചാൽ കൊള്ളാം. ഇവന്റെ എടുത്തുചാട്ടം ഒന്ന് മാറ്റിയെടുക്കണം. ശ്രമിക്കാം. എന്തോ എനിക്ക് നിങ്ങളെ വളരെ പിടിച്ചു. ഇനി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരുമല്ലോ? തീർച്ചയായും വരും. എന്നാൽ ഞാൻ ഇറങ്ങിയിട്ട് വരാം. നോ 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 നോ. കൃത്യം. സ്പെഷ്യൽ ജ്യൂസാണ് സർ. എന്താ? കുടിക്കൂ, ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. കൃത്യം. വെയിറ്റ് ലിഫ്റ്റിംഗ് റാഡ് 250 പൗണ്ട്സ് എടുത്ത് വെക്കൂ. കൃത്യം 250 അല്ല സർ? കൃത്യം 250. അപ്പോ വ്യായാമത്തിന്റെ ആദ്യ പാഠം നമുക്ക് ഇപ്പൊ തന്നെ തുടങ്ങിക്കളെ. വരൂ. കൃത്യം 250 ഉണ്ട് സർ. രവി, പറയൂ. അങ്ങനെയല്ല. This is the method. One, two, three, four. Come on. Get up into the come on. Yes. Just stay under the heat. Don't talk. Yes. Ready? Ready? Down. Slowly.